മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ N. അരുണാണ് ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. എവിടെ വരെയായി പ്രചാരണ പ്രവർത്തനങ്ങൾ? വാഹനത്തിനുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നു. നൂറുകണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഞാനുമെല്ലാം ചേർന്ന് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് വരികയാണ്. എല്ലാവരും സുപരിചിതരാണ്, ദീർഘകാലത്തെ അടുപ്പമുള്ളവരാണ്. അസംബ്ലി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ നേരിട്ട് വാഹനത്തിൽ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നതൊരു മുതൽക്കൂട്ടായിട്ട് കണക്കാക്കുന്നുണ്ട്. അന്നത്തെ ബന്ധങ്ങൾ നന്നായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗം മാത്രമല്ല, മുനിസിപ്പാലിറ്റി മറ്റു പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സൗഹൃദങ്ങളുണ്ട്. അതിലുപരി നമ്മുടെ സഖാക്കളുണ്ട്, നമ്മുടെ പ്രവർത്തകരുണ്ട്. അവർ നല്ലപോലെ നമ്മെക്കുറിച്ചും വ്യക്തിപരമായി എന്നെക്കുറിച്ചും രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. വളരെ പോസിറ്റീവായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2001 മുതലുള്ള മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ മാറി മാറി മുന്നണികൾ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, മാറി മാറി മുന്നണികൾക്ക് മണ്ഡലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് 91 മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. 91 ശേഷമാണല്ലോ ഒരു 3 തവണ ഹാട്രിക്കായിട്ട് ജോണി നെല്ലൂർ എത്തിയത്, നിയമസഭയിലെത്തിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തവണ മൂവാറ്റുപുഴയ്ക്ക് LDFൻ്റെ ടേമാണെന്ന് കൂടി ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയും കൂടി അതിനകത്ത് കണക്കാക്കുന്നുണ്ടോ? അതുമാത്രമല്ല, മൂവാറ്റുപുഴയിൽ ഒത്തിരി സാധ്യതകൾ ഇപ്രാവശ്യമുണ്ട്. അതിന് കാരണം 5 കൊല്ലക്കാലത്തെ സിറ്റിംഗ് MLAയുടെ പ്രവർത്തനം തന്നെയാണ്. ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, വികസനം നടന്നു എന്നൊക്കെ. പക്ഷേ സ്വന്തമായ ഒരു പ്രൊജക്റ്റ് പോലും അദ്ദേഹത്തിനിവിടെ അവകാശപ്പെടാനില്ല. ആ വിഷയം നല്ല തോതിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ സൂചിപ്പിച്ച പോലെ മാറി മാറിയാണ് ജയിക്കുന്നത്. ഇടത് വലത് എന്ന രീതിയിലാണ് ഇപ്പോൾ ജയിച്ചു വരുന്നത് നിലവിൽ. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണിത്. അതിന് കാരണം ഇടതുപക്ഷം ഒരിക്കൽ പോലും വലിയൊരു ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽദോ അബ്രഹാം പരാജയപ്പെട്ടത് 6100 വോട്ടുകൾക്ക്. അതിനുമുമ്പ് 2011 UDF ഭരണത്തിലേക്ക് വന്നപ്പോൾ അന്ന് ബാബുപോൾ പരാജയപ്പെട്ടത് കേവലം 5400 വോട്ടുകൾക്കാണ് ജയിച്ചതാണ്. അത് മുമ്പാണെങ്കിൽ തന്നെ എടുത്താലും ജോർജ് കുന്നപ്പള്ളി പരാജയപ്പെട്ടത് 7000 വോട്ടുകൾക്കാണ്. PM തോമസ് പരാജയപ്പെട്ട് അത് വലിയ എതിർപ്പൊക്കെ ഇവിടെ ഉള്ള സമയത്താണ്, അന്ന് 8000 വോട്ടുകൾക്കാണ്. വലിയ ഭൂരിപക്ഷത്തിന് ഒരിക്കലും LDF ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ വിജയങ്ങളെല്ലാം തന്നെ വൻ ഭൂരിപക്ഷമാണ്, 10000-ന് മുകളിൽ 13000 അങ്ങനെ വോട്ടുകൾക്കാണ് വിജയിക്കാറുള്ളത്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷം ഭരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ജനവിഭാഗമാണ് മൂവാറ്റുപുഴയിലുള്ളത്. ഈ ഭരണ തുടർച്ച മൂവാറ്റുപുഴയുടെ വികസനത്തിന് തടസ്സം നിന്നിട്ടുണ്ടല്ലോ, ചിറ്റമ്മ നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നൊരു ആരോപണം കൂടി സിറ്റിംഗ് MLAയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ശരിക്കും അതാണോ ഈ മൂവാറ്റുപുഴയ്ക്ക് ഈ കഴിഞ്ഞ 5 വർഷം വികസനം പിന്നോട്ട് നിൽക്കുന്നതിനുള്ള കാരണമായിട്ട് പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ്? ആ ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിൽ നിരവധിയായിട്ടുള്ള, അതായത് 42, 43, 42 പ്രതിപക്ഷ MLAമാരുണ്ട്. ഇദ്ദേഹമല്ലാതെ വേറെ ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല. അവരുടെയൊക്കെ മണ്ഡലത്തിൽ നിർലോഭമായ ഫണ്ടുകൾ വന്നു എന്നാണ് പറഞ്ഞത്. കിഫ്ബി ഫണ്ട് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുഖം തിരിഞ്ഞ് നിന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മന്ത്രിമാരോട്, മുഖ്യമന്ത്രിയോടൊക്കെ ചോദിച്ചു വാങ്ങണം. അതല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ മണ്ഡലത്തിലേക്കൊന്നും ലഭിക്കുകയില്ല. പിന്നെ ചിറ്റമൊന്നായി ഒന്നും അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു മുന്നണിയോ പ്രസ്ഥാനമോ അല്ല ഇടതുപക്ഷം. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനപ്പുറം മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിമാരെ, ഗവൺമെൻറ്റിനെയൊക്കെ വിമർശിച്ച MLAമാരുണ്ടല്ലോ. ഇദ്ദേഹത്തിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങളങ്ങനെ കാണുന്നുമില്ല. തൊട്ടപ്പുറത്ത് പെരുമ്പാവൂർ മണ്ഡലമുണ്ട്, പിറവം മണ്ഡലമുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ MLAമാരിങ്ങനെ പറയുന്നില്ലല്ലോ, ഇദ്ദേഹം മാത്രം. ഇതിൻ്റെ ഒരു സത്യം ഇവരുടെ തന്നെ ഒരു നേതാവ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇരവാദം ഉയർത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്, ഒരു ഗിമ്മിക്കാണ് ഇവിടെ കാണിച്ചു മുഴുവൻ. ഇപ്പോൾ കാണുന്ന പോലെ ഒരുതരം ഗിമ്മിക്കാണ് കാണിച്ചു വന്നത്. ഇപ്പോൾ കണക്കെടുപ്പ് നടന്നപ്പോൾ സഖാവ് എൽദോ അബ്രഹാം 2016, 2021 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഉൾപ്പെടെ തൻ്റേതാണെന്ന് പറഞ്ഞ് പ്രചരണമൊക്കെ നടത്തിയപ്പോൾ തെളിവ് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ വാദമായി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി അവഗണിച്ചു, ഗവൺമെൻറ് അവഗണിച്ചു. ഇതുവരെ അത് പറഞ്ഞു കേട്ടിട്ടില്ല. വിമർശനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലും പറയണം, അതുകൊണ്ട് പറയുന്നതാണ്. ഇരവാദം മുഴക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതൊക്കെ നന്നായി വിലയിരുത്തും. ജനങ്ങൾ നല്ല തോതിൽ ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും 5 വർഷം മണ്ഡലം നേരിട്ടുള്ള വികസന മുരടിപ്പ് തന്നെയാണ് പ്രചാരണമായത്. ഉറപ്പായിട്ടും മണ്ഡലത്തിൽ ഏതാണ് പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുള്ളത്? അതിനു മുമ്പ് എൽദോ ഇരുന്ന സമയം, അതിനു മുമ്പ് എന്തിന് UDFൻ്റെ തന്നെ നേതാക്കന്മാർ വാഴക്കൻ ഉൾപ്പെടെയുള്ളവർ ഇരുന്നിട്ടുണ്ട്. ബാബുപോൾ അതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ മൂവാറ്റുപുഴ വന്ന പദ്ധതികളും ഇദ്ദേഹം എന്ത് പദ്ധതി കൊണ്ടുവന്നു എന്ന് നോക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ MLA ആണെന്ന് കരുതി ഒരു പദ്ധതിയും കൊടുക്കാതിരിക്കുകയൊന്നുമില്ല. അത് സംശയമുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത്
അനൂപ് ജേക്കബിനോട് ചോദിച്ചാൽ മതി. എൽദോസ് കുന്നപ്പള്ളി പ്രാവശ്യം മത്സരിക്കുന്നില്ല, അദ്ദേഹം മാറാടിയിലെ വീട്ടിലുണ്ടാവും, അവിടെ പോയി ചോദിച്ചാൽ മതി. ഇത്രമാത്രം പ്രോജക്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ആവശ്യപ്പെടണം, പിന്നാലെ നിൽക്കണം. അതല്ലെങ്കിൽ ഒരു നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് ഒരു ചിന്ത വേണം. ട്രാവൻകൂർ റയോൺസ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. വനമായി മാറിയായിരുന്നു ട്രാവൻകൂർ റയോൺസ്. നമ്മുടെയൊക്കെ നാടിൻ്റെ അഭിമാനമായ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന ട്രാവൻകൂർ റയോൺസ് ഇപ്പോൾ സംരക്ഷിച്ച് അവിടെ ഒരു വ്യവസായ സംരംഭകരുടെ ഒരു കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഇത്ര ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കിട്ടാൻ പോകുന്നു. അത് LDFൻ്റെ മണ്ഡലമാണോ? അത് UDF മണ്ഡലമല്ലേ? സമീപ മണ്ഡലങ്ങൾ ഓരോന്ന് നോക്കി. പിറവത്ത് അനൂപത് പറയില്ലല്ലോ. അപ്പോൾ ഇത് തടിയപ്പാനുള്ള ശ്രമം, അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതാണ് മൂവാറ്റുപുഴയിൽ കാണുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു മായക്കാഴ്ച സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ച്. ഒരു അടിമുടി വ്യാജം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഒരു മായക്കാഴ്ച സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വരുന്നു. അതിപ്പോൾ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി അതിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ പുതിയ വർത്തമാനമായി വരുന്നു. മുഖ്യമന്ത്രി അവഗണിച്ചു. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ബോധമുള്ള ജനങ്ങളെ തള്ളിക്കളയും. എന്തായാലും മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പാണ് പ്രധാനമായും LDFൻ്റെ പ്രചാരണായുധം. 2001 മുതലുള്ള മണ്ഡലം ആവർത്തിച്ച് കൈമാറുന്ന അല്ലെങ്കിൽ UDFനും LDFനും എന്നുള്ള ആൾട്ടർനേറ്റീവായിട്ട് മണ്ഡലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തവണ മൂവാറ്റുപുഴയുടെ ടൈം കൂടിയാണ്. അത് കൂടുതൽ പ്രതീക്ഷയും നൽകുന്നുണ്ട്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.